ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അൽ ഹിക്മ ദർസെ ഹദീസിലെ പഠിതാക്കളായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇമാം നബവിയുടെ റിയാദുസ് സാലിഹീനിലെ 598 ഹദീസ്, ബാബു ഇസ്തിഹ്ബാബിൽ ഉസ്ലത്തി ഇൻദ ഫസാദിൻ നാസി വസ്സമാനി അബിൽ ഖൗഫി മിൻ ഫിത്നത്തി ഫിദ്ദീനി ഔ വുഖൂഇ ഫി ഹറാമി വശുബ്ഹാത്തി നഹ്വിഹ. ജനങ്ങളുടെ ഫസാദിൽ നിന്ന് അകന്നു നിൽക്കലും, അതുപോലെ ഫസാദായ കാലം, അതുപോലെ ഫിത്നയിൽ, ദീനിൻ്റെ കാര്യത്തിൽ ഫിത്നയിൽ പെട്ടുപോകുക, ഹറാമിൽ പെട്ടുപോകുക, സംശയാസ്പദമായ കാര്യങ്ങളിൽ പെട്ടുപോകുക എന്നതിനെയൊക്കെ ഭയപ്പെടുക, എന്നിട്ട് ജനങ്ങളുടെ ഫസാദിൽ നിന്ന് ഫസാദിൻ്റെ അവസരത്തിൽ ഒഴിഞ്ഞു മാറി നിൽക്കുക എന്നതിനെക്കുറിച്ച് പറയുന്ന അദ്ധ്യായത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഹദീസാണിത്. വഅൻ അബീ സഈദിൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഖാല റജുലുൻ അയ്യുന്നാസി അഫ്ളലു യാ റസൂലല്ലാഹ് ഖാല മുഅ്മിനുൻ മുജാഹിദുൻ ബിനഫ്സിഹി വമാലിഹി ഫീ സബീലില്ലാഹ് ഖാല സുമ്മ മൻ ഖാല സുമ്മ റജുലുൻ മുഅ്തസിലുൻ ഫീ ശിഅബിൻ മിനശ്ശിആബി യഅ്ബുദു റബ്ബഹ് വഫീ റിവായത്തിൻ യത്തഖില്ലാഹ വയദ്ഉൻ നാസ മിൻ ശർരിഹി മുത്തഫഖുൻ അലൈഹി. അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, ഖാല റജുലുൻ, ഒരാൾ ചോദിച്ചു, അയ്യുന്നാസി, ജനങ്ങളിൽ ആരാണ്, അഫ്ളലു, ഏറ്റവും ശ്രേഷ്ഠൻ, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ. ഖാല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഅ്മിനുൻ മുജാഹിദുൻ, മുഅ്മിന്, എങ്ങനെയുള്ള മുഅ്മിന്, മുജാഹിദുൻ, അവൻ ജിഹാദ് ചെയ്യുന്നവനാണ്, ബിനഫ്സിഹി, അവൻ്റെ സ്വന്തത്തെ കൊണ്ടും, വ മാലിഹി, അവൻ്റെ സമ്പത്ത് കൊണ്ടും, ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. ഖാല, അദ്ദേഹം ചോദിച്ചു, സുമ്മമൻ, പിന്നെ ആരാണ്, ഖാല സുമ്മ റജുലുൻ മുഅ്തസിലുൻ, പിന്നെ സുമ്മ റജുലുൻ, പിന്നെ ഒരാളാണ്, മുഅ്തസിലുൻ, അയാൾ ഒറ്റക്ക് ഒഴിഞ്ഞു മാറി കഴിയുന്നവനാണ്, അകന്നു മാറി കഴിയുന്നവനാണ്, ഫീ ശിഅബിൻ മിനശ്ശിആബി, താഴ്വരകളിൽ നിന്ന് ഒരു താഴ്വരയിൽ, അഥവാ ഏതെങ്കിലും ഒരു താഴ്വരയിൽ, മലയിടുക്കിൽ എന്നർത്ഥം. യഅ്ബുദു റബ്ബഹു, റബ്ബിന് ഇബാദത്ത് ചെയ്തുകൊണ്ട്. ഇതിൻ്റെ വേറെ റിപ്പോർട്ടിലുണ്ട്, യത്തഖില്ലാഹ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവനായിട്ടും, വയദ്ഉൻ നാസ മിൻ ശർരിഹി, അവൻ്റെ ഷെറിൽ നിന്ന് ജനങ്ങളെ ഒഴിവാക്കിക്കൊണ്ടും. മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണിത്. എന്താണ് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബി ചോദിക്കുകയാണ്, ആരാണ് ഏറ്റവും ഉത്തമനായ മനുഷ്യൻ? അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, മുഅ്മിനുൻ മുജാഹിദുൻ ബിനഫ്സിഹി വ മാലിഹി ഫീ സബീലില്ലാഹ്. ഒന്നാമത്തെ ഭാഗം അതാണ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ജിഹാദ് ചെയ്യുന്നവനാണ് അഫ്ളലുന്നാസി, ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ. പരിശുദ്ധ ഖുർആനിൽ ഈ ആശയം വന്നത് നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണമായിട്ട് സൂറത്തുൻ നിസായിലെ 95 ആയത്തിൽ പറയുകയാണ്, ലാ യസ്തവിൽ ഖാഇദൂന മിനൽ മുഅ്മിനീന ഗൈറു ഉലിൽ ലററി, കാരണമില്ലാതെ, വൽ മുജാഹിദൂന ഫീ സബീലില്ലാഹി ബി അംവാലിഹിം വ അൻഫുസിഹിം, കാരണം കൂടാതെ വീട്ടിൽ കുത്തിയിരിക്കുന്നവരും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും
ജിഹാദ് ചെയ്യുന്നവരുമായവർ തുല്യമാകുകയില്ല. ഫല്ലലല്ലാഹുൽ മുജാഹിദീന ബി അംവാലിഹിം വ അൻഫുസിഹിം അലൽ ഖാഇദീന ദറജ. സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ജിഹാദ് ചെയ്യുന്നവരെ അള്ളാഹു പദവിയാൽ ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു. വ കുല്ലൻ വഅദല്ലാഹുൽ ഹുസ്ന. എല്ലാവർക്കും അള്ളാഹു ഹുസ്ന വാഗ്ദാനം ചെയ്തിരിക്കുന്നു. വ ഫല്ലലല്ലാഹുൽ മുജാഹിദീന അലൽ ഖാഇദീന അജ്റൻ അളീമ. മുജാഹിദുകളെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവരെ അള്ളാഹു ഇരിക്കുന്നവരെക്കാൾ പദവികളാൽ മഹത്തായ പ്രതിഫലത്താൽ ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു. ഇങ്ങനെ ജിഹാദിൻ്റെ ശ്രേഷ്ഠത, ജിഹാദിൻ്റെ നിർബന്ധിതമായ അവസ്ഥ, ഇതൊക്കെ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. സൂറത്തു ഫുർഖാനിൽ വലാ തുതിഇൽ കാഫിരീന വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. സത്യനിഷേധികൾക്ക് വഴങ്ങരുത്, അവരോട് ഖുർആൻ കൊണ്ട് വലിയ ജിഹാദ് നടത്തണം എന്ന്. ഇങ്ങനെ ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തത്തെയും കുടുംബത്തെയും സമൂഹത്തെയും രാജ്യത്തെയും ലോകത്തെയും അള്ളാഹു പറഞ്ഞതുപോലെ ആക്കിയെടുക്കുവാൻ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നിയമമനുസരിച്ച് കഴിഞ്ഞുകൂടുന്ന തരത്തിലാക്കിയെടുക്കുവാനുള്ള മുഴുവൻ ചിന്തയും വാക്കും പ്രവൃത്തിയുമാണ് ജിഹാദ്. പണ്ഡിതന്മാർ അതിനെ പലതരം നിർവചനങ്ങൾ പറയലുണ്ട്. ഇസ്തിഫ്രാഖുൽ വുസ്ഇ വ താഖത്തി ലി ഖംഹിൽ ബാത്തിലി വ ഇസ്ബാത്തിൽ ഹഖ്. ശക്തിയും ശേഷിയും, കഴിവും ശേഷിയും ഉപയോഗിക്കുക. എന്തിന്? ബാത്തിലിനെ തുടച്ചു നീക്കുവാനും സത്യത്തെ സ്ഥാപിക്കുവാനും, അല്ലെങ്കിൽ സത്യത്തെ ഉറപ്പിക്കുവാനും. ഭഗവത്ഗീതയിലെ വാചകം ഉദ്ധരിച്ച് കേൾക്കാറുണ്ട്. വിനാശായ ചതുഷ്കൃതാം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ. അതാണ് ഇസ്ബാത്തുൽ ഹഖ് എന്ന് പറയുന്നത്. അതിനു വേണ്ടി നടത്തുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും ജിഹാദാണ്. അതിൽ ഖുർആൻ പറയുന്നുണ്ടല്ലോ, വജാഹിദു ഫില്ലാഹി ഹഖ ജിഹാദി. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹക്കായ ജിഹാദ്, അഥവാ ചെയ്യേണ്ടപ്പോൾ ചെയ്യേണ്ട വിധം ചെയ്യുക. ചെയ്യാൻ പാടില്ലാത്തത് അള്ളാഹിൻ്റെ മാർഗത്തിലാണെങ്കിലും ചെയ്യാൻ പാടില്ലാത്തത് തന്നെയാണ്. ജിഹാദിൽ പല ഇനങ്ങളുണ്ട്. ജിഹാദ് യുദ്ധം എന്നാണ് പലപ്പോഴും, ഹോളി വാർ എന്നൊക്കെയാണ്. ഹോളി വാർ അഗെയിൻസ്റ്റ് ഇൻഫിഡൽസ്. അവിശ്വാസികൾക്കെതിരെ നടത്തുന്ന വിശുദ്ധ യുദ്ധം എന്നൊക്കെയാണ് പല ഡിക്ഷണറികളിലും അതിൻ്റെ പരിഭാഷ എഴുതി വച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വാറ് അല്ല ജിഹാദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അൽ ജിഹാദു മാലിൻ മുൻദു ബഅസനില്ല. എന്നെ നിയോഗിച്ച അന്ന് തുടങ്ങിയതാണ് എന്ന്. മക്കയിൽ ജീവിച്ച 13 കൊല്ലം യുദ്ധത്തിന് അനുമതി ചോദിച്ചിട്ട് പോലും അനുയായികൾക്ക് അത് കൊടുക്കാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. കുഫു ഐദിയക്കും, കൈയടക്കി വെക്കണം എന്ന് പറഞ്ഞത് ഖുർആൻ സൂറത്തുൻ നിസായിൽ സൂചിപ്പിക്കുന്നുണ്ട്. ആ കാലത്ത് അന്നിറങ്ങിയ സൂറത്തുൽ ഫുർഖാനിലുണ്ട് വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. സത്യനിഷേധികൾക്ക് വഴങ്ങിക്കൊടുക്കരുത്, അവരോട് ഖുർആൻ കൊണ്ട് ജിഹാദ് ചെയ്യണമെന്ന്. അപ്പോൾ ജിഹാദ് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ജിഹാദും യുദ്ധവും തമ്മിൽ. ജിഹാദ് നിർബന്ധമല്ലാത്തൊരു കാലമില്ല. യുദ്ധം ഹറാമായ 4 മാസമുണ്ട് കൊല്ലത്തിൽ. ഇങ്ങനെ ഈ റസൂലുള്ളാഹിൻ്റെ ജീവിതത്തിൽ ജിഹാദ് തുടങ്ങുന്നത് ഹിറാ ഗുഹയിൽ നിന്നാണ്, യുദ്ധം തുടങ്ങുന്നത് ബദറിൽ നിന്നാണ്. അപ്പോൾ യുദ്ധവും ജിഹാദും തമ്മിലുള്ള ബന്ധം എന്താ? അവസാന ഘട്ടത്തിൽ ചികിത്സയിൽ ഓപ്പറേഷനും അവയവം മുറിച്ചു മാറ്റലും വരുന്നത് പോലെ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒരു ഘട്ടത്തിൽ യുദ്ധം വന്നു ചേരും, ആവശ്യമാണെങ്കിൽ, ശത്രു അത് അനിവാര്യമാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇല്ല. അപ്പോൾ പിന്നെ ജിഹാദ് എന്താണ്? സ്വന്തത്തെ എല്ലാവിധ പ്രതികൂല സാഹചര്യങ്ങളിലും സത്യത്തിൽ ഉറപ്പിച്ചു നിർത്തുവാനുള്ള ഈമാനും ഇഖ്ലാസും തർബിയത്തും ഉണ്ടാക്കാനുള്ള വേണ്ടിയുള്ള പ്രവർത്തനം, മുജാഹദത്തുൻ നഫ്സ് എന്നാണ് അതിന് പറയാം. അതുപോലെ തന്നെ സ്വന്തം കുടുംബത്തെ, വീടിനെ, നാടിനെ, രാജ്യത്തെ, ലോകത്തെ ഒക്കെ ലിതകൂന കലിമത്തുല്ലാഹി യലുല്യ, അള്ളാഹുവിൻ്റെ വചനം അവിടെയൊക്കെ അത്യുന്നതം ആകുന്നതിന് വേണ്ടിയുള്ള സകലമാന പ്രവർത്തനങ്ങളും ആണ് ജിഹാദ്. അത് ചെയ്യുന്നവനാണ് ജനങ്ങളിൽ അഫ്ളൽ.
അപ്പോൾ വീണ്ടും ചോദിക്കുകയാണ്, പിന്നെ ആരാണ്? പിന്നെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. നാട്ടിൽ ജീവിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിജയത്തിന് വേണ്ടി ലിയുളിഹിറഹു അലദ്ദീനി കുല്ലി പണിയെടുക്കണം. അല്ലെങ്കിൽ പിന്നെ നാട് വിട്ട് ഏതോ മലഞ്ചെരിവിൽ ഷെയ്ബ് അബി താലിബ് നമുക്കറിയാമല്ലോ, അതുപോലെ ഏതോ മലഞ്ചെരിവിൽ ഒറ്റയ്ക്ക് പോയി ആരാധനയിൽ മുഴുകി താമസിക്കണം. നാട്ടിൽ ജീവിക്കുകയാണെങ്കിൽ ജിഹാദോട് കൂടിയല്ലാത്ത രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഇല്ല എന്നർത്ഥം. അല്ലെങ്കിൽ പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നാട്ടിൽ ജീവിക്കാൻ കഴിയില്ല മുഅ്മിനായിട്ട്. ഉദാഹരണം അസ്ഹാബുൽ കഹ്ഫിൻ്റെ അവസ്ഥയാണ്. വേണ്ടിയാൽ ഇർജുമൂക്കും ഔ യുഈദൂക്കും ഫീ മില്ലത്തിഹിം, അവർ നിങ്ങളെ എറിഞ്ഞുകൊല്ലും, അല്ലെങ്കിൽ അവരുടെ മതത്തിൽ തിരിച്ചെത്തിക്കും. ഇങ്ങനെയൊക്കെയുള്ള നാട്ടിൽ മുസ്ലിമായി മുഅ്മിനായി ജീവിക്കാൻ പറ്റൂല എന്നുള്ള അവസ്ഥ വന്നാൽ എന്നാലും കുഫറിന് കീഴടങ്ങരുത്. സ്വന്തത്തെ രക്ഷിക്കുവാൻ വേണ്ടി വല്ല മലമടക്കിലും പോയി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ മറ്റേ റിവായത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് സ്വന്തത്തിൻ്റെ ഷെറിൽ നിന്ന് നാട്ടുകാരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ജീവിക്കലാണ്. ഇതിനാണ് നമ്മൾ സന്യാസം, സൂഫിസം എന്നൊക്കെ പറയൽ. പക്ഷെ അത് എപ്പോഴാണ്? നാട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴാണ്. അസ്ഹാബുൽ കഹ്ഫിൻ്റെ അവസ്ഥ എന്ന് ചുരുക്കത്തിൽ പറയാം. നാട്ടിൽ സാധാരണ പോലെ പിന്നെ എന്താ പറയുക, ഒരു സാധാരണക്കാരനായിട്ട് കച്ചവടം, കൃഷി, തൊഴിൽ, വിൽക്കൽ, വാങ്ങൽ, അല്ലേ, യാത്ര ചെയ്യൽ, വീട്ടിലിരിക്കൽ, ഇങ്ങനെയൊക്കെയുള്ള സാധാരണ ജീവിതം ഉണ്ടല്ലോ, അത് ചെയ്തുകൊണ്ട് ജീവിക്കുന്നവനാണെങ്കിൽ അവൻ അഫ്ദലാകണമെങ്കിൽ എന്ത് വേണം? അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിജയത്തിന് വേണ്ടി പണിയെടുക്കണം. അല്ലെങ്കിൽ അവൻ ഉത്തമനല്ല, അവൻ മാതൃകായോഗ്യനല്ല എന്നർത്ഥം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ചോദ്യത്തിന് മറുപടിയായിക്കൊണ്ട് അനുയായിയെയും പിന്നെ നമ്മളെ എല്ലാവരെയും പഠിപ്പിക്കുന്നത്. ജിഹാദിൻ്റെ പ്രാധാന്യമാണ് ഈ പറയുന്നത്. അതിന് സാധ്യമല്ലെങ്കിൽ പിന്നെ ചെയ്യാനുള്ള ഏറ്റവും മുന്തിയ പണി നാട് വിട്ട് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയി പാർക്കലാണ്. അപ്പോൾ അതിന് സന്നദ്ധമാകാതെ നാട്ടിൽ ജീവിക്കുന്നവരൊക്കെ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പണിയെടുക്കണം എന്നാണ് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അയ്യുന്നാസി അഫ്ളലായ ആളുകളിൽ നമ്മളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.